ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകൃത ഔട്ട്ലെറ്റ് അമാന പെട്രോളിയം ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്യുവൽ സ്റ്റേഷൻ പാലക്കാട് റോഡിൽ പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉന്നത ഗുണനിലവാരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റാണ് ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച ഫ്യുവൽ സ്റ്റേഷൻ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പി മമ്മിക്കുട്ടി MLA നാടിന് സമർപ്പിച്ചു. ഈ അനുദിനം വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ചെറുപ്പശ്ശേരി. അതിനനുസരിച്ചും അതിനേക്കാൾ കൂടുതലായി വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വാഹനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനങ്ങൾ അടിക്കാൻ സൗകര്യപ്രദമായ കേന്ദ്രങ്ങൾ വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ചെറുപ്പശ്ശേരിയുടെ ഈ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് വാഹനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം നടക്കാനുള്ള സൗകര്യങ്ങളുടെ കുറവുകളുണ്ടായിരുന്നു. ആ കുറവുകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും IOCയുടെ ഭാഗമായിട്ടുള്ള അമാന എന്ന് പറയുന്ന കമ്പനിക്കാരുടെ ഈ സംവിധാനം അവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അനുദിനം വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിനും വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൗണിൻ്റെ ആവശ്യകതയും ഒക്കെ നിർവഹിക്കാൻ ഇവിടെ പുതുതായി ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വ്യാപാര വ്യവസായ രംഗത്ത് പേരുകേട്ട അമാന ഗ്രൂപ്പാണ് ചെറുപ്പശ്ശേരിയിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ ഫ്യുവൽ സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള പെട്രോളും ഡീസലും വാഹനങ്ങളിൽ തിരക്ക് കൂടാതെ നിറയ്ക്കുവാനുള്ള സൗകര്യമാണ് അമാന പെട്രോളിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ എയർ ഫില്ലിംഗ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കേരള റീറ്റെയിൽ ഹെഡ് ഹിമാചന്ദ് ചൗഹാൻ, പാലക്കാട് ജില്ലാ റീറ്റെയിൽ സെയിൽസ് ഓഫീസർ മോഹിത് റെഡ്ഡി എന്നിവർ വിവിധ കൗണ്ടറുകൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർമാരായ KM ഇസാക്ക്, ഷഹനാസ് ബാബു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K. നന്ദകുമാർ, KKA അസീസ്, ബിപിൻ പുളിങ്ങര, OK സൈതലവി, പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ KB രാജേന്ദ്രൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 1 വരെ ദിവസവും നറുക്കെടുപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ധനം നിറയ്ക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി 5 ലിറ്റർ ഇന്ധനവും രണ്ടാം സമ്മാനമായി 2 ലിറ്റർ ഇന്ധനവും നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജൂലൈ 1 വരെ എല്ലാ തിങ്കളാഴ്ചയും 5 മണിക്ക് നറുക്കെടുപ്പുണ്ടായിരിക്കുന്നതാണ്. അതിൽ ഒന്നാം സമ്മാനം 5 ലിറ്റർ ഡീസൽ ഓർ പെട്രോൾ, ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ ഒരാൾക്ക് വീതം നൽകുന്നതാണ്. അതിൽ രണ്ടാം സമ്മാനമായിട്ട് 2 ലിറ്റർ ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ 2 ആൾക്ക് വീതം നൽകുന്നതാണ്. ഇത് ജൂലൈ 1 വരെ തുടർന്നു പോകുന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് ഇന്ന് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് 6 ഡീസലോ പെട്രോളോ അടിക്കുന്ന ആളുകൾക്ക് അതിന് പൈസൻ്റെ പരിധിയില്ല. ആരാണോ ഡീസൽ പെട്രോൾ ഏതാണോ ഇവിടുന്ന് അടിക്കുന്നത് അവർക്കൊരു കൂപ്പൺ നൽകും. അതിൽ 5 ലിറ്റർ ഡീസൽ ഓർ പെട്രോൾ, അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ 20 ആൾക്ക് കൊടുക്കും ഞങ്ങൾ. അതുപോലെ തന്നെ രണ്ടാം സമ്മാനമായിട്ട് 2 ലിറ്റർ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ 25 ആൾക്കും കൊടുക്കും. ഇത് ജൂലൈ 1 വരെ ഞങ്ങൾ തുടർന്നു പോകും. ജൂലൈ 1 ശേഷം പിന്നീട് ഞങ്ങൾ ആ സാഹചര്യത്തിനനുസരിച്ച് പിന്നീട് വീണ്ടും ഞങ്ങൾ ചിലപ്പോൾ തുടരുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാവുന്നതാണ്. അതപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.